ഈ ആഴ്ച നിനക്ക് വിരോധമായി, നിന്റെ കുടുംബത്തിന് വിരോധമായി, നിന്റെ തലമുറകൾക്ക് വിരോധമായി, നിന്റെ നന്മകൾക്ക് വിരോധമായി പിശാചിനാൽ പിടിക്കപ്പെട്ട മനുഷ്യരും എഴുതിയ രേഖകളെ ദൈവം മായ്ച്ചു കളയും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും എന്നെ കേൾക്കുന്ന നിങ്ങളുൾപ്പെടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ആവർത്തിച്ചു പറയുന്നതിൽ മടിയില്ല, സന്തോഷം മാത്രം. മാറ്റം പ്രൈസർ ഫാമിലിക്കൊപ്പമായിരുന്നു. ഈ TV പ്രോഗ്രാം കണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത് സാധ്യമായെങ്കിൽ മാനുഷികമല്ല, മാറ്റം ദൈവികം, ദൈവത്താൽ അത് സാധ്യമായി എന്ന് കേൾക്കുന്നതിൽ നിങ്ങളെപ്പോലെ സന്തോഷിക്കുന്നു. ആ സന്തോഷം ദൈവസന്നിധിയിൽ സ്തുതിയായി, സ്തോത്രമായി നിങ്ങൾക്കൊപ്പം ചേർന്ന് പങ്കുവയ്ക്കുന്നു. നിർബന്ധമാണ്, ഞങ്ങളുടെ ആഗ്രഹത്തെക്കാൾ ഇന്നും നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന ഈ അല്പസമയം അவ்விധത്തിൽ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ചിലത് മാറരുത്, മറന്നു പോകരുത് എന്ന് പറഞ്ഞ് എഴുതി വച്ച എഴുത്തുകുത്തുകൾക്ക് മാറ്റം വരണം. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുവാൻ വിളിച്ച നിങ്ങൾ തുടർന്ന് സന്തോഷത്തിൻ്റെ സാക്ഷ്യങ്ങളെ അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കണം. നമുക്ക് ഒരുമിച്ച് പിന്നെയും കർത്താവിനെ സ്തുതിക്കണം. ഈ നിർബന്ധം ഉള്ളതുകൊണ്ട് പതിവ് പോലെ കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏറെ സന്തോഷിക്കുവാൻ ഞങ്ങൾക്കും, അതെ, നിങ്ങളുടെ സാക്ഷ്യസ്വരങ്ങൾ കേട്ട് ഞങ്ങൾക്കും സാക്ഷ്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്കും ഏറെ സന്തോഷിക്കുവാൻ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രവചനദൂതായി നിങ്ങൾക്ക് കൈമാറി. ഇന്ന് ഈ ആഴ്ച മാറുവാൻ പോകുന്നത് ചില കൈയെഴുത്തുകളാണ്. അതേക്കുറിച്ച് വലിയ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പമായിരിക്കുന്നവർ കേൾക്കും. പ്രാർത്ഥനയും വിശ്വാസവും വർദ്ധിച്ച് ദൂത് ഏറ്റെടുക്കുന്നവർ പ്രാർത്ഥിക്കും. വരുന്ന ദിവസങ്ങളിൽ സാക്ഷ്യം അറിയിക്കും. വെറും വാക്കല്ല, അതേ, ദൂത് ദൈവത്തിൽ നിന്നായതുകൊണ്ട് വചനത്തിൽ തെളിവുമുണ്ട്. വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. കൊലോസ്യ സഭയ്ക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധമായി പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കി കളഞ്ഞു. പ്രതികൂലവും വിരോധവുമായി, ആവർത്തിച്ചു പറയട്ടെ, അപ്പോസ്തലനായ പൗലോസ് വ്യക്തമാക്കുന്നുണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ തന്നെ. നിങ്ങൾ അത് വ്യക്തമായി മനസ്സിലാക്കുവാൻ വേണ്ടി വിരോധവും പ്രതികൂലവുമായി നിനക്ക്, അതെ, വിരോധമായി പ്രതികൂലമായി, നിന്റെ തലമുറകൾക്ക് വിരോധമായി പ്രതികൂലമായി, നിന്റെ കുടുംബത്തിന് വിരോധമായി പ്രതികൂലമായി, അത് തന്നെ സഹോദരി, നിന്റെ കുടുംബ ജീവിതത്തിന് വിരോധമായി പ്രതികൂലമായി, അത് നീ ആഗ്രഹിക്കുന്നത് പോലെ, നീ പ്രതീക്ഷിക്കുന്നത് പോലെ സന്തോഷത്തോടെ മുൻപോട്ട് പോകരുത്. അതിനുവേണ്ടി നീ സഹിച്ച ത്യാഗങ്ങൾ, അനുഭവിച്ച കഷ്ടങ്ങൾ എണ്ണമില്ലാത്തതാണ്. ആർക്കും പറഞ്ഞാൽ മനസ്സിലാക്കുവാൻ കഴിയത്തില്ല, അല്ലേ? നിന്റെ സങ്കടമതാ. എൻ്റെ കുടുംബജീവിതം ഒന്ന് മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഞാൻ അനുഭവിച്ച കഷ്ടപ്പാട്, പലതും ഞാൻ കണ്ടില്ലെന്ന് വെച്ചു, പലതും ഞാൻ കേട്ടില്ലെന്ന് വെച്ചു. ഒരേ ഒരു ലക്ഷ്യം, എൻ്റെ മാതാപിതാക്കൾ എന്നെ അനുഗ്രഹിച്ചിറക്കി വിട്ട ഈ ഭവനത്തിൽ എനിക്ക് സന്തോഷത്തോടെ പാർക്കണം, അവരുടെ മുമ്പിൽ സന്തോഷത്തോടെ ചെന്ന് നിൽക്കണം, അല്ലേ? അതിനുവേണ്ടി നീ സഹിക്കാവുന്നുള്ള അത്രയും സഹിച്ചു, ഭൂമിയോളം ക്ഷമിച്ചു. അതേ, നീ കരയുക, നീ ഉപദ്രവിക്കപ്പെട്ടു, ശാരീരികമായി നീ അപമാനിക്കപ്പെട്ടു, നീ നിന്ദിക്കപ്പെട്ടു, പലവരും നീ മരണത്തെക്കുറിച്ച് ചിന്തിച്ചു. എന്നിട്ടും സഹിച്ചു പിടിച്ചു നിന്നു. എനിക്ക് അനുകൂലമായി ഈ ഭവനത്തിൻ്റെ അന്തരീക്ഷം മാറും. മറ്റുള്ളവരെ പോലെ എനിക്കും എൻ്റെ ഭർത്താവിനൊപ്പം സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാൻ കഴിയും. അതിന് വിരോധമായി പ്രതികൂലമായി ചിലർ എഴുതിയ
എഴുത്തുകളെ ഇന്ന് യേശു മായ്ച്ചു കളയുവാൻ പോകുക. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എത്ര വിശ്വാസത്തോടെ ഒരു ആമേൻ പറയും? അതെ, നിന്റെ കുടുംബ ജീവിതത്തിന് വിരോധമായി നീയും നിന്റെ ഭർത്താവും നിന്റെ മക്കളും ഒരുമിച്ച് ആ ദേശത്തിൽ പാർക്കരുതെന്ന് പറഞ്ഞ് പിശാച് എഴുതിയ, അതേ പിശാചിനാൽ പിടിക്കപ്പെട്ട ചില ദുഷ്ടമനുഷ്യർ എഴുതിയ, അവർ നരകത്തിലല്ല, അവർ പാതാളത്തിലല്ല. ആര്? ആ ദുഷ്ട മനുഷ്യർ ഒപ്പമുണ്ട്. നിന്നെ ആശ്വസിപ്പിക്കുവാനെന്ന വ്യാജേനെ, വാക്കുകൾ ശ്രദ്ധിച്ചു, നിന്നെ ആശ്വസിപ്പിക്കാനെന്ന വ്യാജേനെ, നിന്നെ സഹായിക്കാനെന്ന വ്യാജേനെ ഒപ്പമുണ്ട്. അയ്യോ, അവരൊക്കെ, അതല്ലേ സങ്കടം, അവരൊക്കെ എന്നാലും അങ്ങനെ പറഞ്ഞല്ലോ, അങ്ങനെ ചെയ്തല്ലോ. എങ്ങനെ അവർക്കതിന് കഴിഞ്ഞു? കാരണം അവർ പിശാചിനാൽ പിടിപ്പെട്ടിരിക്കുന്നു. പിശാചിനാൽ പിടിപ്പെട്ടിരിക്കുന്നു. അവരുടെ വാക്കുകൾ നിന്റെ കുടുംബ ജീവിതത്തിന്, സഹോദര, അത് തന്നെ നിനക്ക് നിന്റെ ഭാര്യയ്ക്കും ഒരുമിച്ച് സന്തോഷമായി ജീവിക്കുവാൻ കഴിയാത്ത വിധത്തിൽ അവരുടെ വാക്കുകൾ മൂർത്ത അസ്ത്രങ്ങളായി നിങ്ങളുടെ ജീവിതത്തിൽ തറച്ചിരിക്കുന്നു. സോ ഉണങ്ങാത്ത മുറിവുകൾ, അത് തന്നെ ഉണങ്ങാത്ത മുറിവുകൾ അത് സമ്മാനിച്ചിരിക്കുന്നു. എത്ര ശ്രമിച്ചിട്ടും മുറിവുകൾ കരിയുന്നില്ല. തിരിച്ച് പഴയ സ്നേഹത്തിലേക്ക് ചേർന്ന് വരുവാൻ കഴിയുന്നില്ല. നിന്നോട് പറയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഇനി ഒരിക്കലും മടങ്ങി വരത്തില്ല എന്ന് പറഞ്ഞ, നിനക്കൊരിക്കലും തിരിച്ചു കിട്ടത്തില്ല എന്ന് പറഞ്ഞ നിന്റെ കുടുംബജീവിതത്തെ എൻ്റെ യേശു നിനക്ക് തിരിച്ചു തരുവാൻ പോകുക. മനുഷ്യനും പിശാചും എഴുതിയ രേഖകളെ മായ്ച്ചു കളഞ്ഞ് അവരെഴുതിയ രേഖ ഇതാണ്: നീ ഒറ്റയ്ക്ക് ജീവിക്കും. അത് തന്നെ സഹോദര, അത് തന്നെ സഹോദരി, നീ ഒറ്റയ്ക്ക് ജീവിക്കും. ഇവൾ ഞങ്ങൾക്കൊപ്പം നിൽക്കേണ്ടതാണ്. അയ്യോ, ചില കറവ പശുമാർ എന്നെ കേൾക്കുന്നുണ്ട്. വിഷമം വിചാരിക്കരുതേ. ബൈബിൾ എഴുത്തുകാരനോട് നമുക്ക് വിഷമമില്ലല്ലോ. മനസ്സിലായില്ലേ? ഇസ്രായേൽ സ്ത്രീകളെ എഴുത്തുകാരൻ ബാശാന്യ പശുക്കളോട് ഉപമിച്ചു. ഞാൻ ഇന്ന് അതേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ചില സഹോദരന്മാരെ, സഹോദരിമാരെ കറവ പശുക്കളോട് ഉപമിക്കുന്നു. എൻ്റെ ബുദ്ധി കൊണ്ടല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ തന്നെ. അത് തന്നെ അവരിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടുവാൻ വേണ്ടി അവരുടെ കുടുംബജീവിതത്തെ തകർത്തു. അതേന്നെ, നിന്റെ കുടുംബജീവിതത്തെ തകർത്തു. നിന്റെ ഭർത്താവ് അധ്വാനിക്കുന്നത് അവർക്ക് കിട്ടുവാൻ വേണ്ടി ഒത്തിരി കരഞ്ഞ്, ഒത്തിരി നിരാശപ്പെട്ട്, ഒത്തിരി പ്രാർത്ഥിച്ച് കിട്ടിയ കുടുംബജീവിതമാണ്. ആ ജീവിതം മുൻപോട്ട് പോകുവാൻ അനുവദിക്കാതെ താൽക്കാലികമായ ചില നന്മകൾക്ക് വേണ്ടി നിന്റെ ഭർത്താവിനെ കൈവശമാക്കുവാൻ തക്കവണ്ണം എഴുതി വെച്ച ചില കൈയെഴുത്തുകളെ എൻ്റെ യേശു മായ്ച്ചു കളയുക. ഓ, താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അതേ സഹോദര, നിന്റെ ഭാര്യയെ ചില നന്മകളെ, ചില ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി, ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, ചില ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി അവളെ കരങ്ങളിലെടുക്കുന്ന അതേ ചില വ്യക്തികൾ, അതിനുവേണ്ടി എഴുതിയ എഴുത്തുകളെ, കൈയെഴുത്തുകളെ എൻ്റെ യേശു മായ്ച്ചു കളയുക. ആമേൻ. മായ്ച്ചു കളയുക. ഈ കൈയെഴുത്തെന്നൊക്കെ പറയുമ്പോൾ ഇന്ന് എനിക്കൊപ്പമായിരിക്കുന്ന ഒത്തിരി പേർക്ക് മനസ്സിലാക്കുവാൻ അത് പാടായിരിക്കും. നമുക്കിപ്പോൾ അച്ചടിയൊക്കെ ഉണ്ടല്ലോ, ഫോണിലൊക്കെ ആണെങ്കിൽ ഒന്ന് സംസാരിച്ചാൽ മതി, അത് ടൈപ്പ് ചെയ്ത് നല്ല വടിവത്ത അക്ഷരത്തിൽ അച്ചടി ഭാഷയിൽ പുറത്ത് കിട്ടും. എന്നാൽ ഈ കൈയെഴുത്തെന്ന് ബൈബിൾ പറയുന്നുണ്ടെങ്കിൽ അതിൽ കാര്യമുണ്ട്. അങ്ങനെയുള്ള ഒത്തിരി കൈയെഴുത്തുകളെ ഞങ്ങൾ എടുത്ത് ദൈവം മായ്ച്ചു കളഞ്ഞ അടയാളത്തെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഒത്തിരി ഭവനങ്ങളിൽ പ്രാർത്ഥനയ്ക്കായി കടന്നു പോകുമ്പോൾ അവർ പറയുന്ന കാര്യം ഇതാണ്: ദേവദാസനെ, എല്ലാം ഒരു കുഴപ്പമില്ല, വിദ്യാഭ്യാസമുണ്ട്, അവർക്ക് വേണ്ടി ചിലതൊക്കെ ഞങ്ങൾ സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ട്, അങ്ങനെ പറയത്തക്ക കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല സ്വഭാവമാണ്. ആ പെങ്കൊച്ചിൻ്റെ വിവാഹത്തെക്കുറിച്ചാണ്. നിന്നോട് തന്നെ സാക്ഷ്യം അവിടെ കൊണ്ട് തീരുന്നില്ല. നിന്റെ മകളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോവുകയാണ്, പക്ഷെ വിവാഹം നടക്കുന്നില്ല. പ്രാർത്ഥിക്കും, വെറുതെ പ്രാർത്ഥിച്ചങ്ങ് നിർത്തത്തില്ല. പ്രൈസർ ഫാമിലിക്കൊപ്പം ആയിരിക്കുന്നവർക്കറിയാം, നമ്മൾ തുടർമാനമായി പ്രാർത്ഥിക്കും. വെറുതെ അങ്ങ് പ്രാർത്ഥിച്ചു പോവുകയല്ല, ഉപവസിച്ച് പ്രാർത്ഥിക്കും. ആ വിധത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടേത് മാത്രമായൊരു വിഷയത്തിന് വേണ്ടി പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അങ്ങനെ ഒരു താല്പര്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ നൽകുന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, അയ്യോ ദൈവദാസനെ, ഞങ്ങളിവിടെ, നിങ്ങളവിടെ, ഞങ്ങൾ കേൾക്കുന്ന സ്ഥലവും നിങ്ങളായിരിക്കുന്ന സ്ഥാനവും, അയ്യോ രാപ്പകൽ വ്യത്യാസമുണ്ടല്ലോ, ഞങ്ങളുടെ ബിസി ഷെഡ്യൂളിൽ എങ്ങനെ ഞങ്ങൾക്ക് ഉപവസിക്കുവാനായിട്ട് കഴിയും? നിങ്ങൾ ഏത് സ്ഥലത്ത്, ഏത് സാഹചര്യത്തിലായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനായിട്ട് കഴിയും. കാരണം
നിങ്ങൾ ഉപവസിക്കേണ്ടതിൻ്റെ ആവശ്യകത അത് ദൈവീകമാണ്. എന്തിനെന്നോ? മുൻപിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ചില പ്രതികൂലങ്ങളിൽ നിങ്ങൾ തകർന്നു പോകാതിരിക്കുവാൻ വേണ്ടി. ഉപവസിക്കുവാൻ ഒരു താല്പര്യം കർത്താവ് നിങ്ങളിൽ തരുന്നുണ്ടെങ്കിൽ ഞാൻ പറയും അത് നിർബന്ധമാണ്. അവസരവും കർത്താവ് ഒരുക്കിയിട്ടുണ്ട് പ്രൈസർ ഫാമിലിയിലൂടെ. ചിലത് നീങ്ങിപ്പോകേണ്ടതുണ്ട്. അത് തന്നെ നിന്റെ കണ്ണുനീര് കുടിപ്പിക്കുമെന്ന്, നിന്റെ ജീവിതത്തെ തീരാ കണ്ണുനീരിലാക്കി തീർക്കുമെന്ന് വാദിച്ചു നിൽക്കുന്ന ചിലത് നീങ്ങിപ്പോകേണ്ടതുണ്ട്. അപ്പോൾ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ പ്രാർത്ഥിച്ച് ഉപവസിച്ച് ചില ഭവനങ്ങളിൽ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചിലത് വെളിപ്പെടുത്തും. ചില കൈയെഴുത്തുകളെക്കുറിച്ച് നല്ല ചെമ്പ് തകിടിലും പല പല മാധ്യമങ്ങളിലും എഴുതിയ, പല ഭാഷകളിൽ എഴുതിയ കൈയെഴുത്തുകൾ, കൈകൊണ്ട് ആണി കൊണ്ട് എഴുതിയ എഴുത്തുകൾ അത് പുറത്തെടുക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനെ മായ്ച്ചു കളയും. വരുന്ന ദിവസങ്ങളിൽ കർത്താവ് ചെയ്ത അത്ഭുതത്തെ അവർ ഞങ്ങളോട് വിളിച്ചു പറയുകയും ചെയ്യും. ഇവിടെ ഏതെങ്കിലും ഒരു സാക്ഷ്യം പറയുവാൻ കഴിയത്തില്ല. 100 കണക്കിന് സാക്ഷ്യങ്ങളുണ്ട്. ദൈവം കൈയെഴുത്തുകളെ മായ്ച്ചു കളയുകയും പ്രതികൂലം അനുകൂലമായി മാറുകയും വിരോധമായി ദുഷ്ടൻ ചെയ്തത് ദൈവം നീക്കി അനുകൂലതയുടെ അനുഭവങ്ങളെ ഒരുക്കുകയും ചെയ്തത്. അതെ, അவ்விധത്തിൽ വിരോധമായി ദേശത്തിലെ മന്ത്രവാദികളാൽ എഴുതപ്പെട്ട കൈയെഴുത്തുകളെ നിന്റെ കുടുംബ ജീവിതത്തിന് വിരോധമായി ദേശത്തിലെ മന്ത്രവാദികളാൽ, ആഭിചാരകന്മാരാൽ, ക്ഷുദ്ര പ്രയോഗകന്മാരാൽ എഴുതപ്പെട്ട കൈയെഴുത്തുകളെ എൻ്റെ യേശു ഇന്ന് മായ്ച്ചു കളയും. അതേ, തലമുറകൾക്ക് വിരോധമായി നന്നായിരിക്കരുത് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓ സ്തോത്രം. അല്ലാതെ കിടന്ന് പാടുപെടുകയല്ലേ ഒന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി. പക്ഷേ കഴിയുന്നില്ല. നേരത്തെ ചിലർ എഴുതി വച്ചിട്ടുണ്ട്, ഈ കോഴ്സ് പൂർത്തിയാക്കത്തില്ല. അവിടെ നിന്റെ ഭവനത്തിനകത്ത്, നിന്റെ കുടുംബത്തിനകത്ത് അങ്ങനെ ഒന്നും വേണ്ട. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഏത് എഴുത്തുകുത്തുകളെ ദൈവം മാറ്റി എഴുതുക. നിന്റെ തലമുറയുടെ വിദ്യാഭ്യാസത്തിന്, അവൻ്റെ ഭാവിക്ക്, അവൻ്റെ മുൻപോട്ടുള്ള ജീവിതത്തിന്, അവൻ മുഖാന്തരം നീ അനുഭവിക്കേണ്ട നന്മയ്ക്കും സന്തോഷത്തിനും വിരോധമായ എഴുത്തുകുത്തുകളെ മായ്ച്ച് തണലും തണുപ്പും നിന്റെ തലമുറയിലൂടെ എൻ്റെ ദൈവം നിന്റെ ജീവിതത്തിൽ ഒരുക്കുവാൻ പോകുക. വിശ്വസിക്കുന്ന മാതാവേ, നിന്നെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ ജീവിതത്തിൽ അതങ്ങനെ സംഭവിക്കുവാൻ പോകുക. ഒരു പക്ഷേ ഈ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ പലർക്കും ഇന്ന് വലിയ പാടാണ് ഇങ്ങനെ കേട്ട് വിശ്വസിക്കുവാൻ. ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ പലർക്കും തലപെരുത്ത് വരും. അയ്യോ, ഇങ്ങനെയൊക്കെ ഇതൊക്കെ. കാരണം അമ്മാതിരി പഠിപ്പീരുകളാണ് പിശാച് പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്. പ്രിയരെ, കർത്താവായ യേശു ക്രിസ്തു ലാസറിന്റെ കല്ലറയിൽ നിന്ന് അല്പം മാറി സഹോദരിമാരോട് പറയുന്നൊരു കാര്യമുണ്ട്. യോഹന്നാൻ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വസിക്കുവാൻ എന്താണ് ആവശ്യം? എന്താണ് ആവശ്യം? ഒത്തിരി പേരുടെ അറിവുകളാണോ? ഒത്തിരി പേരിൽ നിന്ന് നിങ്ങൾ കേട്ടതും പഠിച്ചതും മനസ്സിലാക്കിയതുമാണോ? നോ. വിശ്വസിക്കുവാൻ എന്താണ് ആവശ്യമെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി, ലോകപ്രകാരം നീങ്ങിപ്പോകാത്തൊരു പ്രതിസന്ധി, ലോകപ്രകാരം മാറ്റം വരാത്തൊരു വിഷയം വേണം. അതാണ് അടിസ്ഥാനം. ഇത് തിരിച്ചറിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നേടിയെടുക്കുവാൻ കഴിയാത്തതൊന്ന്, അല്ലെങ്കിൽ എനിക്ക് പരിഹരിക്കുവാൻ കഴിയാത്തൊരു പ്രശ്നം എൻ്റെ പ്രിയപ്പെട്ടവർക്കോ ബന്ധുക്കൾക്കോ സ്വന്തക്കാർക്കോ ചാർച്ചക്കാർക്കോ പരിഹരിക്കുവാനോ പരിഹരിച്ചു തരുവാനോ കഴിയാത്തൊരു വിഷയം ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ ദൈവത്തിലൂടെ അത് സാധ്യമെന്ന് നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ലാസർ മരിച്ചു, അതൊരു റിയാലിറ്റിയാണ്. അവൾക്കോ, ലാസറിനെ ചികിത്സിച്ച വൈദ്യന്മാർക്കോ, ലാസറിന് വേണ്ടി കരയുന്ന യഹൂദന്മാർക്കോ പരിഹരിക്കുവാൻ കഴിയാത്തൊരു പ്രശ്നം. യേശു ആ പ്രശ്നത്തിന് മുൻപിൽ നിന്ന് മാർത്തയോട് പറയുന്നു, അതേ മാതാവേ, നിന്റെ കണ്ണുനീര് അത് തന്നെയാണ്. നഷ്ടപ്പെട്ടു പോയി നിന്റെ തലമുറ തന്നെ, ഇനി അവൻ രക്ഷപ്പെടത്തില്ല, തിരികെ വരത്തില്ല. ലോകം മുഴുവൻ പറയുക, നിന്റെ മക്കളെ കൊണ്ട് നിനക്ക് പ്രയോജനമുണ്ടാകത്തില്ല. ആമേൻ. വിശ്വസിക്കുവാൻ തയ്യാറാണോ? എൻ്റെ യേശുവിന് കഴിയും. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ആ തൊഴിലിടത്തിൽ സഹോദര സഹോദരി, നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ചിലർ എഴുതി വച്ചിരിപ്പുണ്ട്, കലണ്ടറിൽ എഴുതി വച്ചിട്ടുണ്ട്, ഈ വർഷം
സ്തോത്രം. നീ പൂർത്തീകരിക്കത്തില്ല, നീ അവിടെ നിൽക്കത്തില്ല, നിന്നെ അവിടെ ജോലി ചെയ്യാൻ സമ്മതിക്കത്തില്ല. ചിലർ എഴുതി വച്ചിട്ടുണ്ട്, ചിലരുടെ എഴുത്തുകളെ എൻ്റെ ദൈവം മായ്ച്ചു കളയുക യേശുവിൻ നാമത്തിൽ. പിശാചിനാൽ പിടിക്കപ്പെട്ട ചില ദുഷ്ട മനുഷ്യരുടെ എഴുത്തുകൾ നീ ജോലി ചെയ്യുവാനോ ജോലി സ്ഥലത്ത് തുടർന്ന് സന്തോഷത്തോടെ നിൽക്കുവാനോ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ് എഴുതിയ എഴുത്തുകൾ ചിലരെ നിനക്ക് വിരോധമായി തിരിച്ച് നിന്റെ അധ്വാനത്തിന് ഏറ്റത് പ്രാപിക്കുവാൻ കഴിയാതെ നല്ല വാക്ക് കേൾക്കേണ്ട സ്ഥാനത്ത് കുത്തുവാക്കുകളും പരിഹാസവാക്കുകളും പഴിവാക്കുകളുമായി ചിലരെ നിനക്ക് വിരോധമായി എഴുന്നേൽപ്പിക്കുന്ന ചില എഴുത്തു കുത്തുകളെ എൻ്റെ യേശു മായ്ച്ചു കളയുക. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. ആവർത്തിച്ചു പറയട്ടെ, ഡോക്ടർമാർ എഴുതിയ ചില എഴുത്തുകുത്തുകൾ നോ രക്ഷ. സ്തോത്രം, നോ രക്ഷ. ഈ വാക്ക് തിരിച്ചറിഞ്ഞപ്പോൾ നിന്റെ ഉള്ളിൽ വന്നൊരു ഫീലിംഗ് ഇതാണ്, ഇത് പറയാനാണോ ഇവന്മാർ എൻ്റെ ഉള്ള സമ്പാദ്യം മുഴുവനും ചിലവഴിപ്പിച്ചത് അല്ലേ? ഒത്തിരി ട്രീറ്റ്മെൻറ്റ് ചെയ്തു, പ്രതീക്ഷയോടെ സുഖമാകും, ഇതിൽ നിന്ന് പുറത്തു വരാൻ പറ്റും, രക്ഷപ്പെടും, നഷ്ടപ്പെടുന്നതൊക്കെ തിരിച്ചു പിടിക്കാം. പക്ഷേ അവസാനം ഡോക്ടർമാർ കൈയൊഴിഞ്ഞു. വലിയ ബാധ്യതയുടെ മുമ്പിൽ നീ ആയിരിക്കുന്നു. ആ ട്രീറ്റ്മെൻറ്റ് മുഖാന്തരം നിന്നെ ഭയപ്പെടുത്തുന്നതും അതാ, വലിയ ബാധ്യത. ഇല്ല, നീ ബാധ്യതക്കാരനായി തീരുവാൻ എൻ്റെ യേശു അനുവദിക്കത്തില്ല. ഇപ്പോൾ എൻ്റെ യേശു നിന്നെ സൗഖ്യമാക്കിയ ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ഓ ആമേൻ. നീ രോഗിയായി തീരുവാൻ, നീ രോഗിയായി തുടരുവാൻ എൻ്റെ യേശു അനുവദിക്കത്തേയില്ല. ഇപ്പോൾ വിശ്വസിക്കുന്ന നിന്നെ കർത്താവ് സൗഖ്യമാക്കിയ ഡോക്ടർ എഴുതിയ എഴുത്തിനെ യേശു മായ്ച്ചു കളയുക. സ്തോത്രം, സ്തോത്രം. ആ ലാബിൽ നിന്ന് എഴുതിയ എഴുത്തിനെ, ആ മാമോഗ്രാം കഴിഞ്ഞെഴുതിയ എഴുത്തിനെ, ആ CT കഴിഞ്ഞെഴുതിയ എഴുത്തിനെ, ആ MRI കഴിഞ്ഞെഴുതിയ എഴുത്തിനെ, ആ ബയോപ്സി കഴിഞ്ഞെഴുതിയ എഴുത്തിനെ എൻ്റെ യേശു ഇപ്പോൾ മായ്ച്ചു കളയുക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. പ്രതികൂലമായി വിരോധമായി ചില കൈയെഴുത്തുകളുണ്ട്. തിരിച്ചറിയുന്നവർ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് മുന്നേറും. വിശുദ്ധ വേദപുസ്തകം അത് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഒരു ഭക്തന്റെ ജീവിതത്തിൽ നിന്ന് ചില വാക്കുകൾ കൂടെ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. യോഹന്നാൻ സുവിശേഷം 21 അധ്യായത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കവിടെ കാണുവാനായിട്ട് കഴിയും. പത്രോസ് എന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രിയ ശിഷ്യൻ, അവൻ തിരികെ പോകുന്നു, പിന്മാറിപ്പോകുന്നു. നോക്കൂ, 21 അധ്യായം ആരംഭിക്കുന്നത് തന്നെ അങ്ങനെയാണ്. യേശു പിന്നെയും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്നു. ആ സമയത്ത് പ്രിയ ശിഷ്യനായ പത്രോസ് ഒപ്പമുള്ളവരെയും വിളിച്ച് പിന്നെയും കടലിലേക്ക് പോകുക. പിന്നെയും എവിടേക്ക്? പരാജയത്തിലേക്ക്. ഇവനെ കർത്താവ് വിളിച്ചത് പരാജിതനായി നിന്ന ഗലീല കടൽക്കരയിൽ നിന്ന് അവിടേക്ക് തന്നെ ഇവനൊരു തിരികെ പോക്ക്. പിന്മാറിപ്പോകുന്ന തലമുറയെ ഓർത്ത്, പിന്മാറിപ്പോകുന്ന ഭർത്താവിനെ ഓർത്ത്, പിന്മാറിപ്പോകുന്ന ഭാര്യയെ ഓർത്ത്. ശുശ്രൂഷക സഭയിൽ നിന്ന് ചിലർ പിന്മാറിപ്പോകുന്നുണ്ട്, അതിനെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. കേൾക്ക്, ആ എഴുത്തിനെ അവന്റെ പിന്മാറ്റത്തിന് കാരണമാകും വിധം മനുഷ്യനും പിശാചും ചേർന്ന് എഴുതിയ ചില എഴുത്തുകളെ എൻ്റെ യേശു ഇന്ന് മായ്ച്ചു കളയും. നോക്കൂ, 2ാമത്തെ വാക്യം വായിക്കുമ്പോൾ യോഹന്നാൻ സുവിശേഷം 21:2 കേട്ടോ. പിന്മാറി ആ പരാജയത്തിൻ്റെ കടലിലേക്ക് പോയി. പക്ഷേ യേശു വിട്ടോ? യേശു ഇവരെ തേടിപ്പോകുക. എന്തിനാ? പിശാച് എഴുതിയ ചില എഴുത്തുകളെ മായ്ക്കുവാൻ. ഇത് യേശു നേരത്തെ പത്രോസിനോട് പറയുന്നുണ്ട്. പത്രോസേ, പിശാച് എന്നോട് നിന്നെ അവകാശമായി ചോദിച്ചു, ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റുവാൻ. ഏത്? ഇപ്പോൾ ഈ ദൂത് നീ കേൾക്കുമ്പോൾ തിരിച്ചറിഞ്ഞു, പത്രോസിനോട് യേശു പറഞ്ഞതുപോലെ അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നീ കേൾക്കുക. പിശാച് നിന്നെ ചോദിക്കുന്നുണ്ട് പാറ്റിക്കളയുവാൻ, ഗോതമ്പ് പാറ്റി പതിർ തീയിലിടുന്നത് പോലെ തീയിലിട്ട് കളയുവാൻ. ശ്രദ്ധിച്ചോ, നിന്റെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുന്ന ചിലത് ഈ ദിവസങ്ങളിൽ നിന്റെ മുമ്പിൽ സംഭവിക്കുവാൻ പോകുന്നു. കാൽവരിയായിരുന്നു, ക്രൂശിൻ്റെ അനുഭവമായിരുന്നു പത്രോസിൻ്റെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തിയത്. പത്രോസിൻ്റെ ക്രൂശല്ല പത്രോസിൻ്റെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തിയത്, യേശുവിൻ്റെ ക്രൂശാണ്. നിന്റെ പ്രശ്നമല്ല, മറ്റാരുടെയോ പ്രശ്നത്താൽ നീ പിന്മാറിപ്പോകുന്ന, നിന്റെ വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവത്തിലേക്ക് വരുവാൻ പോകുന്നു എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതിനാൽ നിന്നെ ഓർമ്മിപ്പിക്കുന്നു. ശക്തിയുടെ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോ പിന്മാറിപ്പോകാതിരിക്കുവാൻ. അങ്ങനെ
പിന്മാറിപ്പോയ പത്രോസിനെ തേടി യേശു എത്തുക. സ്തോത്രം. അപ്പോൾ ഒന്നാമത്തെ എഴുത്ത് പത്രോസിന്റെ പിന്മാറ്റം. പിശാച് വെല്ലുവിളിക്കുക, ഇവനെ ഞാൻ പിന്മാറ്റും. നീ ദൈവസന്നിധിയിൽ നേർച്ച നേർന്ന് ഹന്നേ, നിന്നോട് തന്നെ നീ പെറ്റെടുത്തതിൻ്റെ തലമുറ. ഒത്തിരി തവണ അവനെ അവളെ തകർത്ത് കളയുവാൻ പിശാച് പദ്ധതി ഒരുക്കിയത്. അവിടെ ഒന്നും വിട്ടുകൊടുക്കാതെ കരഞ്ഞ് പ്രാർത്ഥിച്ച് നീ കൊണ്ടുവന്ന നിന്റെ തലമുറ. അവൻ്റെ പിന്മാറ്റമാണ് എഴുത്ത്. ആ പിന്മാറ്റത്തിന് കാരണമാകുന്ന എഴുത്തുകളെ, രേഖകളെ എൻ്റെ യേശു മായ്ച്ചു കളയുവാൻ പോവുക. നിന്റെ തലമുറ ആയിരിക്കുന്ന സ്ഥാനത്ത്. താങ്ക് യു ലോർഡ്. അത് ഗലീല കടലിലെങ്കിൽ ഗലീല കടലിൽ, ഗദരദേശത്തെങ്കിൽ ഗദരദേശത്ത്, അവിടെ വന്ന് അവനെ മടക്കി വരുത്തുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് ചെന്നെത്തുവാൻ കഴിയാത്ത സ്ഥാനത്ത് നിനക്ക് വേണ്ടി നിന്റെ തലമുറകളുടെ അടുക്കൽ ചെന്ന് അവരെ മടക്കി വാഗ്ദത്തത്തിലേക്ക്, അതേ അമ്മ എന്ന നീ കേട്ട വാഗ്ദത്തത്തിലേക്ക്, അപ്പനെന്ന് നീ കണ്ട സ്വപ്ന നിവർത്തിയിലേക്ക് മടക്കി വരുത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിനൊരു സ്തോത്രം പറയാം. താങ്ക് യു ലോർഡ്. വിശ്വസിക്കുന്ന നിന്റെ ജീവിതത്തിൽ അത് സംഭവിക്കുവാൻ പോവുക. ആമേൻ. ഞാനിത് പറയുമ്പോൾ ചിലർക്കെങ്കിലും അയ്യോ, ഇവനിതെങ്ങനെ ഇത്ര നിസ്സാരമായി പറയുവാൻ കഴിയുന്നു? നിസ്സാരമായി പറയുവാൻ കഴിയുന്നത് കേട്ടത് പറയുന്നത് കൊണ്ടാണ്. നാട്ടുകാർ പറയുന്നത് കേട്ടതല്ല. പ്രാർത്ഥനാ മുറിക്കകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുവാൻ പറഞ്ഞത് കേട്ടത് കൊണ്ടാണ് ഇതേ ലാഘവത്തോടെ പറയുന്നത്. എനിക്കുറപ്പുണ്ട്, വിശ്വസിക്കുന്ന നിന്റെ ജീവിതത്തിൽ നിന്റെ തലമുറകളായിരിക്കുന്ന വിട്ടുപോയ സ്ഥാനത്ത് നിന്ന് പിന്മാറ്റത്തിൽ നിന്ന് അവരെ മടക്കി കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. പ്രിയ ശുശ്രൂഷക, നിന്റെ വേദനയും വേവലാതിയും അതാണ്. എൻ്റെ തലമുറ അയ്യോ, അവൻ ലോകവഴികളിൽ വീണുപോകുമോ? ലോകവഴികളിൽ നഷ്ടപ്പെട്ടു പോകുമോ? പെട്ടുപോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിനക്ക് ചെയ്ത് പൂർത്തിയാക്കുവാൻ കഴിയാത്തത് നിന്റെ തലമുറയിലൂടെ എൻ്റെ ദൈവം ചെയ്തെടുക്കുവാൻ പോകുക. ആമേൻ. അവൻ്റെ ഇഷ്ടത്തിന് അവൻ പഠിച്ചു. നല്ലതാ, പഠിക്കട്ടെ. നല്ല വിദ്യാഭ്യാസമുള്ള ശുശ്രൂഷകനായി അവൻ പുറത്തു വരുവാൻ. ആമേൻ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നല്ല വിദ്യാഭ്യാസമുള്ള, ഉന്നത വിദ്യാഭ്യാസമുള്ള ശുശ്രൂഷകനായി നിന്റെ തലമുറ പുറത്തു വരുവാൻ പോകുക. കർത്താവിൻ്റെ വേലയ്ക്ക് കൈത്താങ്ങുന്ന സ്തോത്രം, ശക്തന്മാരായി നിന്റെ കുടുംബത്തിനകത്ത് നിന്ന് ചിലരെ കർത്താവ് എഴുന്നേൽപ്പിക്കുക. രണ്ടാമത്തെ രേഖ എന്താ? ഇവൻ പരാജയപ്പെടണം. ആദ്യവും പരാജയത്തിൽ നിന്ന് യേശു പുറത്തു കൊണ്ടുവന്നു. പിന്നെയും പഴയ പരാജയത്തിലേക്ക് ഇവനെ കൊണ്ടുപോകണം. അതേ പിശാചിന്റെ ലക്ഷ്യമതാ, നിങ്ങൾ പരാജയപ്പെടണം. നീ കൈനീട്ടി തലകുനിച്ചു മറ്റുള്ളവരുടെ അവരുടെ മനസ്സലിവിന് വേണ്ടി, ദയയ്ക്ക് വേണ്ടി യാചിച്ചു നിൽക്കണം. നോ. യേശു അതിന് നിന്നെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. അവൻ കടൽക്കരയിൽ ശിഷ്യന്മാരെ തേടിപ്പോയവനാണ്. നീ അറിഞ്ഞോ അറിയാതെയോ ഒന്ന് റൂട്ട് മാറിപ്പോയി. മടങ്ങി വരുവാനുള്ള വിളി നീ കേട്ടുകൊണ്ടിരിക്കുക. മകനെ, മകളെ, മടങ്ങി വാ. യേശുവിൻ്റെ അരികിലേക്ക് മടങ്ങി വാ. നിന്റെ വിശ്വാസ ജീവിതം ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വാ. ഇന്നലകളിലെടുത്ത തീരുമാനങ്ങളിലേക്ക് മടങ്ങി വാ. സ്തോത്രം. എവിടെയൊക്കെയോ വിട്ടുപോയ അനുഭവം, ദൈവസന്നിധിയിലെടുത്ത തീരുമാനങ്ങളിൽ നിന്ന് അകന്നുപോയ അനുഭവം, അറിഞ്ഞോ അറിയാതെയോ തിരക്ക് പിടിച്ച ആ തിരക്കൊക്കെ ഇല്ലാതെ വെറും വല കഴുകി മടങ്ങാതിരിക്കുവാൻ ഈ പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നത് ഇതാണ്: മടങ്ങി വാ. ആമേൻ. സ്തോത്രം. പിശാചിന്റെ തന്ത്രവാദ ഇവനെ വലിച്ചു കൊണ്ടുപോകണം. യേശു വിടത്തില്ല. നീ യേശുവിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുക. അറിയവോ നിന്നെ യേശു എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്? പ്രിയ സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, നിങ്ങൾ ആ പഴയ സ്നേഹത്തിലേക്കൊന്നും മടങ്ങി വാടാ. ആ ബീഡിക്കുറ്റിയിൽ നിന്ന് കിട്ടുന്ന സുഖം, സന്തോഷം, അതൊക്കെ നിങ്ങളെ നശിപ്പിക്കും. മദ്യവും മയക്കുമരുന്ന് ലഹരിയും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഒക്കെ നശിപ്പിച്ച് നിങ്ങളിലുള്ളതിനെല്ലാം പിഴിഞ്ഞെടുത്ത് വെറും വേസ്റ്റാക്കി നിങ്ങളെ എറിഞ്ഞു കളയും. ഒന്ന് നോക്കിയേ, നിങ്ങളെ അതേ മദ്യപിക്കുന്ന സഹോദരി സഹോദരന്മാർ, സഹോദരിമാരെ പ്രൈസർ ഫാമിലിക്ക് അറിയാം, മക്കളെ പ്രൈസർ ഫാമിലിക്ക് അറിയാം, മാതാപിതാക്കളെ പ്രൈസർ ഫാമിലിക്ക് അറിയാം. നിങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ച് തരുന്ന മദ്യശാലയിലൂടെ നിങ്ങളുടെ വിയർപ്പിൻ്റെ ഫലത്തെ വാങ്ങി നിങ്ങൾക്ക് ഒഴിച്ചു തന്ന് നിങ്ങളെ മദ്യത്തിന് അടിമയാക്കി നിങ്ങളെ കുടിയനെന്ന്, നിങ്ങളെ കൊള്ളാത്തവനെന്ന്, നിങ്ങളെ മോശക്കാരൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. യേശു വിളിക്കുക,
ആ യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് നീ മടങ്ങി വാ മോനെ. ആ യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വാ മോളെ. ആ യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വാ. നിൻ്റെ ലഹരി അതിൻ്റെ പേരെന്ത് തന്നെ ആകട്ടെ, ഞാനതിനെക്കുറിച്ച് പറയുന്നില്ല. യേശുവാണെങ്കിൽ നിനക്ക് വിരോധമായി, നിൻ്റെ കുടുംബത്തിന് വിരോധമായി, നിൻ്റെ തലമുറകൾക്ക്, നിൻ്റെ ഭാവിക്ക്, നിൻ്റെ ഇന്നലകൾക്ക് വിരോധമായി ശത്രു എഴുതിയ എഴുത്തുകുത്തുകളെ മായ്ച്ച് പ്രതികൂലത്തെ അനുകൂലമാക്കുവാൻ, പിന്നെയും നിന്നെ പ്രയോജനപ്പെടുത്തുവാൻ എൻ്റെ യേശുവിനെ കഴിയും. പത്രോസിനെ പ്രയോജനപ്പെടുത്തിയതുപോലെ. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമെങ്കിലും ചെയ്യും. നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരുണ്ടല്ലോ പുറത്ത്. അവരോട് ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയുക, ഈ മെസ്സേജുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രൈസർ ഫാമിലിയുമായി അവരെയും ചേർത്ത് നിർത്തുക, നിങ്ങളും ചേർന്ന് നിൽക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായതുപോലെ ഒത്തിരി പേർക്ക് അനുഗ്രഹമാക്കി മാറ്റുവാൻ നിങ്ങൾക്കും അവസരമുണ്ട്. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തുകൊണ്ട് സ്ക്രീനിൽ കാണുന്ന പ്രൈസർ ഫാമിലിയുടെ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യുവാനായിട്ട് കഴിയും. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 11:30 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. ലൈവായി പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്ത് ലൈവായി തന്നെ ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആ സമയം വിടുതൽ പ്രാപിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. വെള്ളിയാഴ്ച 11:30 മറക്കണ്ട. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ. ലിങ്ക് അവൈലബിൾ അല്ലാത്തവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോ, ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കടന്നു വരുവാൻ കഴിയുന്നവർക്ക് സ്വാഗതം. എവിടെയെന്നോ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാക്കാമൂല ചാമവിള എന്ന സ്ഥലത്താണ് നമ്മുടെ ചർച്ച്. എല്ലാ ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധനയുണ്ട്, ലൈവ് സ്ട്രീമും ഉണ്ട്. നിങ്ങൾ ഒത്തിരി ദൂരെയാണെങ്കിൽ ലൈവിൽ ജോയിൻ ചെയ്ത് ഞങ്ങൾക്കൊപ്പം ചേർന്ന് ദൈവത്തെ ആരാധിക്കാം. ഇനി കടന്നു വരുവാൻ കഴിയുന്ന സ്ഥലത്ത് ഒരാത്മീയ കൂട്ടായ്മയിൽ പങ്കെടുക്കാതെ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി കടന്നു വരിക. അത് കഴിഞ്ഞ് ആരാധന കഴിഞ്ഞ് കുട്ടികളുടെ സഭായോഗവും ഉണ്ട് കേട്ടോ. ഭയങ്കര അനുഗ്രഹമായിരിക്കും. എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 3 മണി മുതൽ നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് MS പ്ലാസയുടെ താഴെ നമ്മുടെ 2ാമത്തെ സെക്ഷൻ മീറ്റിംഗ് ഉണ്ട്. അടുത്ത കൊള്ളവരെ അറിയിക്കുക. കടന്നു വരുവാൻ കഴിയുന്നവർ കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് ആ ദേശത്തിന് മധ്യത്തിൽ കർത്താവിന് വേണ്ടി പ്രാപിക്കേണ്ടത് പ്രാപിക്കാം. റെഡിയാണോ? ഞാൻ പ്രാർത്ഥിക്കട്ടെ. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, കേൾപ്പിച്ച ആലോചന പോലെ ഇവരുടെ ജീവിതം മാറുവാൻ, ഇവർ സാക്ഷികളായി മാറുവാൻ തക്കവണ്ണം മനുഷ്യനും പിശാചും ഇവർക്ക് വിരോധമായി എഴുതി എല്ലാ കൈയെഴുത്തുകളെയും അങ്ങ് മായ്ച്ചു കളയണമേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യനും പിശാചും ദേശത്തിൻ്റെ മന്ത്രവാദികളും ചേർന്നെഴുതി എഴുത്തുകുത്തുകളെ മായ്ച്ച് അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾ ഇവർക്ക് അങ്ങ് ഒരുക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ജോലി സ്ഥലത്ത് ഇവർ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ. തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ. യേശുവേ, ഇവരെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഇവർ നന്മ, അനുഗ്രഹം തന്നെ പ്രാപിക്കുവാൻ സ്വർഗം സഹായിക്കണമേ. എല്ലാ വെല്ലുവിളികളും മാറിപ്പോകട്ടെ. പുതിയ ജോലികൾക്കായുള്ള കാത്തിരിപ്പുകൾ നീങ്ങട്ടെ. ഇൻ്റർവ്യൂകൾ കഴിഞ്ഞ് ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് ജോലികൾ കിട്ടട്ടെ. പല രാജ്യങ്ങളിൽ കടന്നുപോയി ജോലി ചെയ്യുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ ആ ജോലികൾ ലഭിക്കട്ടെ. വിസകൾ സ്റ്റാമ്പ് ചെയ്ത് വരട്ടെ. കടന്നുപോയിട്ടും ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ, വിസിറ്റിംഗ് വിസയിൽ കടന്നുപോയി പല രാജ്യങ്ങളിലും സ്ട്രഗിൾ ചെയ്യുന്നവർക്ക് നല്ല ജോലികൾ നൽകി മാനിച്ചാട്ടെ. അപ്പ പഠനത്തിനായി കടന്നുപോയി തുടർന്ന് ജോലി ലഭിക്കാതെ പല രാജ്യങ്ങളിലും ബുദ്ധിമുട്ടുന്നവർക്ക് നല്ല ജോലികൾ നൽകണം. യേശുവേ, ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് നല്ല വരുമാനങ്ങൾ നൽകണമേ കർത്താവ്. ബിസിനസ്സിന് അഭിവൃദ്ധി ഉണ്ടാകട്ടെ. ഇവരുടെ ബിസിനസ്സുകൾ മുഖാന്തരം ദേശം അറിയപ്പെടുന്ന വലുതും ചെറുതുമായ കച്ചവട സ്ഥാപനങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി അങ്ങ് തീർക്കണമേ. എല്ലാ രോഗികൾക്ക് വേണ്ടി യേശുവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല രോഗങ്ങളും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ട്യൂമറുകൾ മാറിപ്പോകട്ടെ. എല്ലാ ബാക്ക് പെയിനും മാറിപ്പോകട്ടെ. നെക്ക് പെയിൻ മാറിപ്പോകട്ടെ. തൈറോയിഡ് ഗ്രന്ഥിയിലെ വീക്കങ്ങൾ മാറിപ്പോകട്ടെ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ കർത്താവ് സൗഖ്യമാക്കുക. മാതാവെ പ്രാർത്ഥിക്കുക. മൈഗ്രെയിൻ്റെ തലവേദനകൾ മാറിപ്പോകട്ടെ. ഉത്തരസംബന്ധമായ എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ. ബ്ലീഡിങ്ങുകൾ നിൽക്കട്ടെ യേശുവിൻ നാമത്തിൽ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടത്. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കുത്തുകൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോകട്ടെ. തലമുറകളുടെ വിദ്യാഭ്യാസം ഭാവി അനുഗ്രഹമായി തീരട്ടെ. യേശുവേ, ഉറക്കമില്ലായ്മകൾ, ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ. സൂയിസൈഡ് ടെൻഡൻസികളിൽ ആയിരിക്കുന്ന ചിലരുണ്ട്. അങ്ങ് തൊടണമേ. സമാധാനമുള്ള ജീവിതം നൽകണമേ. സ്വന്തം ഭവനങ്ങൾ പണിയട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ. യേശുവേ, കടഭാരത്താൽ ബാധിക്കപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജപ്തിയുടെ മുമ്പിലായിരിക്കുന്നവർ ജപ്തി നടപടികൾ സ്റ്റോപ്പ് ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ രേഖകൾ മാഞ്ഞു പോകട്ടെ. ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ. കൊടുത്തു തീർക്കുവാൻ വഴികൾ തുറക്കപ്പെടട്ടെ. പലിശക്കടങ്ങളിൽ നിന്ന് പുറത്തു വരട്ടെ. പ്രാർത്ഥനാ ജീവിതമുള്ളവരായി, ആത്മീയ ജീവിതമുള്ളവരായി ഇവർ മാറട്ടെ. സ്തോത്രം. ഇവർ ആയിരിക്കുന്ന സ്ഥാനത്ത്
അങ്ങ് അനുഗ്രഹിച്ചാട്ടെ. ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.